കേന്ദ്ര ആഭ്യന്തരമന്ത്രി സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. തീർച്ചയായും വലിയ വിമാന ദുരന്തം തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ രാജ്യത്തെ വിമാന ദുരന്തങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അതിൻ്റെ വ്യാപ്തി കൊണ്ട്, മരണപ്പെട്ടവരുടെ കണക്കുകൊണ്ട് ഒക്കെ ഒരു രണ്ടാമതായി കരുതുന്ന വിമാന അപകടം അല്ലേ ശ്രീജിത്ത്? അതുകൊണ്ട് തന്നെയാണ് രാജ്യം അതിനെ അത്രയും ശ്രദ്ധയോടെ കാണുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അത്രയും ശ്രദ്ധ പുലർത്തുന്നത് എന്ന് നമുക്ക് കരുതാമെന്ന് തോന്നുന്നു. ആഭ്യന്തരമന്ത്രി ആ നിമിഷം അവിടേക്ക് പറന്നെത്തിയതും അതുകൊണ്ട് തന്നെയാണ്. ആരൊക്കെയാണ് അമിത്ഷായ്ക്കൊപ്പം ഉള്ളത്? അവിടെ വാർത്താ മാധ്യമങ്ങളോട് ഒരു പ്രതികരണത്തിന് സാധ്യതയുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഈ അപകടത്തിൻ്റെ വ്യാപ്തി വലിപ്പം അത്രത്തോളം വലുതാണ്. രാജ്യത്തെ ഞെട്ടിച്ച വലിയ വിമാന ദുരന്തങ്ങളിലൊന്ന് ബോയിങ് വിമാനം, എയർ ഇന്ത്യയുടെ വിമാനം തകർന്നു വീഴുന്നു. 169 ഇന്ത്യക്കാർക്കൊപ്പം വിദേശികളും 53 ബ്രിട്ടീഷ് പൗരന്മാരും പോർച്ചുഗീസ് പൗരന്മാർ 7 പേരും ഒരു കനേഡിയൻ പൗരനും ഉൾപ്പെടുന്ന, ഒരുപക്ഷെ ഇന്ത്യയെ മാത്രമല്ല ലോക രാജ്യങ്ങളെ മുഴുവൻ ബാധിക്കുന്ന ഞെട്ടിക്കുന്ന ആകാശ ദുരന്തം, വിമാന ദുരന്തം. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടുന്നു. കേന്ദ്ര വ്യോമയാന മന്ത്രി ആദ്യം അവിടെ സംഭവ സ്ഥലത്തെത്തുന്നു. അവിടെ കാര്യങ്ങൾ നേരിട്ട് കണ്ടും കേട്ടും ചോദിച്ച് മനസ്സിലാക്കുന്നു. അതിനുശേഷം തന്നെ ഉച്ചയ്ക്ക് ഈ അപകടം ഉണ്ടാകുമ്പോൾ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടി അവിടേക്ക് എത്തും എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നാട് കൂടിയാണ് അഹമ്മദാബാദ്, അമിത്ഷായുടെ നാട് എന്നതുകൂടിയാണ് അഹമ്മദാബാദ്. അതുകൊണ്ട് തന്നെ വൈകിട്ടോടുകൂടി അമിത്ഷായും നേരിട്ട് അവിടേക്ക് എത്തുന്നു. അദ്ദേഹം ഇപ്പോൾ അവിടെ സന്ദർശനം നടത്തുകയാണ്.